സൃഷ്ടി, രുദ്ര ആവിർഭാവം, അതിനുശേഷം പിന്നെ സൃഷ്ടി, സ്വയംഭുവ മനു ഉണ്ടായി. മനുവിൻ്റെ 3 പെൺകുട്ടികൾ, അത് നമുക്കറിയാവുന്ന ഭാഗവത കഥയാണ്. ആഹൂതി, ദേവഹൂതി, പ്രസൂതി. പ്രസൂതിയുടെ പുത്രിയായിരിക്കും സതി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് സതിയുടെ കഥയിലേക്ക് വരുമ്പോഴാണ് നാളെ സതിയുടെ കഥയാണ്. അപ്പോൾ സതിയുടെ വിവാഹം ഒക്കെ നാളെയാണ്. സതിയുടെ വിവാഹം നമ്മൾ ആഘോഷിക്കുന്നില്ല, പാർവതി പരിണയാണ് നമ്മൾ ആഘോഷിക്കണം. സതിയുടെ വിവാഹം ആഘോഷിക്കാത്തതിൻ്റെ കാരണം വെച്ചാൽ സതി നേരെ അത് കല്യാണം ശുഭമായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെ ആഘോഷിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ സതിയുടെ പരിണയമുണ്ട്, അവർ വായിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ സതി ദേഹത്യാഗം, അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളാണ് നാളെ വായിക്കുക. അതിലാണ് നേരെ സാക്ഷാൽ മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ പരാമർശം വരും. ആ ഭാഗങ്ങളാണ് നാളത്തെ പാരായണ. ബുധനാഴ്ചയാണ് പാർവതി ഘട്ടത്തിലാണ് പാർവതി പരിണയം വരുന്നത്. അത് വൈകുന്നേരം 5 മണിയോടുകൂടിയിട്ട് പാർവതിയെ നമുക്ക് കൊണ്ടുവന്നിട്ട് ദേവിയിലിരുത്തി പാർവതിയെ ശിവനോട് ചേർക്കുന്ന ഭാഗം ബുധനാഴ്ചയാണ്. അപ്പോൾ ഇന്ന് വായിച്ച ഭാഗങ്ങൾ സൃഷ്ടിയുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിലാണ് നേരെ അതിൻ്റെ അവസാന ഭാഗങ്ങളാണ്. നമ്മുടെ സമയത്തിൻ്റെ പരിധി കൊണ്ട് ആ വായന നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നേരെ കുബേരൻ്റെ ചരിതാണ്, ഗുണനിധി എഴുതുന്നത് കുബേരൻ്റെ ചരിതാണ്. അപ്പോൾ ഗുണനിധി ഉണ്ടാകാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ അത് കാരണം മറ്റൊന്നുമല്ല. കാരണം ശിവനൈവേദ്യം വരെ അറിയാതെ മോഷ്ടിച്ചിട്ട് പോലും മഹാദേവൻ വരെ അനുഗ്രഹിച്ചു എന്നാണ്. അപ്പം അതെന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് പണ്ട് ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അപ്പോൾ ദീക്ഷിതർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ദീക്ഷിതർ വെച്ചാൽ ദീക്ഷ എടുത്തിട്ട് എല്ലാവരെയും വേദങ്ങൾ പഠിപ്പിക്കുക. അപ്പോൾ ഗ്രാമ